ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ ഭാഗമായി മെട്രോമാൻ ഇ ശ്രീധരൻ നടത്തുന്ന സാമൂഹ്യ അവബോധന പരിപാടിക്ക് മലപ്പുറത്ത് തുടക്കമായി. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ആശങ്കകൾ ദൂരീകരിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയുമാണ് ലക്ഷ്യം. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ സർവേ നടത്താൻ കേന്ദ്രം ഇ ശ്രീധരനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന അതിവേഗ റെയിൽ കോർപ്പറേഷന്റെ പ്രതികരണം ചർച്ചയാകുന്നതിനിടെയാണ് പരിപാടി നടത്തുന്നത്. അതിവേഗ പാതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിക്ക് ഇ ശ്രീധരൻ തുടക്കം കുറിച്ചത് മലപ്പുറത്ത് നിന്നാണ്. പക്ഷേ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടിക്ക് പ്രതീക്ഷിച്ചത്ര ജനപങ്കാളിത്തം ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ നോമ്പുകാലമായതുകൊണ്ടും ഈ ഒരു യോഗത്തെക്കുറിച്ച് വലിയ പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ടുമാകാം ജനപങ്കാളിത്തം കുറഞ്ഞതെന്ന് വേണം വിലയിരുത്തുവാൻ. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം തന്നെ അദ്ദേഹവുമായി ഇക്കാര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പങ്കുവെക്കുകയും അദ്ദേഹം അതിന് മറുപടി നൽകുകയും ചെയ്തു. എന്തുകൊണ്ട് ഈ ഒരു പദ്ധതി വരണം, മലപ്പുറം ജില്ലയ്ക്ക് ഇതിൻ്റെ ഒരു നേട്ടം എന്താണ്, മലപ്പുറത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുടെ സമയം കുറയുന്നതും മറ്റ് നേട്ടങ്ങളും ഒക്കെ അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ ജനങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ കണ്ണൂർ ചെയ്യുന്നത്. ഈ ഇങ്ങനത്തെ ലൈൻ വന്നാൽ അതിന് ഗുണങ്ങളും സൗകര്യങ്ങളും കണ്ടാൽ ഒരു ബിഗ് ഡിമാൻഡ് ഫോർ ദിസ്. ആദ്യം തന്നെ കണ്ണൂരിലെ കാസർഗോഡ് ഉള്ള മംഗലാപുരത്തേക്ക് വേണ്ടി വരും. മംഗലാപുരത്ത് നിന്ന് അവർക്ക് ബാംഗ്ലൂർ ബോംബെക്ക് വേണ്ടി വരും. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും, തീർച്ചയായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ തമിഴ്നാട്ടിലെ പാലക്കാട്ടേക്ക് കോയമ്പത്തൂർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ സക്സസ് കണ്ടാൽ ആൾക്കാർ എവരിബഡി വിൽ ബി വാണ്ടിങ് ഇറ്റ്. ഇത് ബോംബെക്ക് ഇടുകയാണെങ്കിൽ മംഗലാപുരം ടു ബോംബെ വിൽ ടേക്ക് ഓൺലി 6 hours. നിലമ്പൂർ നഞ്ചമ്പൂർ റെയിൽവേൻ്റെ DPR 3 കൊല്ലം മുമ്പേ തന്നെ റെയിൽവേ എത്തിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ DPR ഉണ്ടാക്കി. ആ DPR ഞാൻ ചോദിച്ചു ഒരു കോപ്പി. അത് പല മിസ്റ്റേക്സും അത് പല എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് DPR പിന്നെ ഉണ്ടാക്കാൻ സമയമെടുക്കും. വിത്തിൻ അനദർ 1 month DPR പീരീഡ്. എന്നാണെങ്കിലും ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം മലപ്പുറം നഗരത്തിൽ ഇത് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നിപ്പറഞ്ഞു. മലപ്പുറം നഗരത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റേഷൻ വേണമെന്ന ആവശ്യം അവർ വീണ്ടും ആവർത്തിച്ചു. ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കുവയ്ക്കുമെന്നാണ് ഇ ശ്രീധരൻ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ കേരളത്തിലെ മറ്റ് എല്ലാ പ്രധാന നഗരങ്ങളിലും സമാനമായ രീതിയിൽ ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ആശയം സംവേദനം നടത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഇ ശ്രീധരൻ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയവും മറ്റ് വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.